നമ്മുടെ വീടിൻ്റെ സ്റ്റെയർ കേസിന് ഹാൻഡ് റെയിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും ഒന്ന് രണ്ട് കാര്യങ്ങൾ അടിസ്ഥാനമാക്കിയിട്ട് വേണം നമ്മളത് തീരുമാനിക്കാൻ. ഒന്ന്, നമ്മളുടെ സ്റ്റെയർ കേസിനും അതുപോലെ നമ്മളെ ഇൻറ്റീരിയറിനും മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഡിസൈൻ ആണോ എന്നുള്ളതാണ്. അതിലേറെ പ്രധാനം നമ്മളെ ബഡ്ജറ്റാണ്. ഇവിടെ നമ്മൾ ഗ്ലാസ് ഹാൻഡ് റെയിലാണ് കൊടുത്തിരിക്കുന്നത്. ഗ്ലാസ് പ്ലസ് വുഡാണ് ഹാൻഡ് റെയിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഗ്ലാസും വുഡും ഹാൻഡ് റെയിൽ കൊടുക്കുന്ന സമയത്ത് നമുക്ക് കോസ്റ്റ് കുറച്ച് കൂടുതലായിട്ട് വരാം. കുറച്ച് പ്രീമിയം റേഞ്ചിൽ വരുന്ന ഒരു ഹാൻഡ് റെയിൽ ഡിസൈനാണ് ഈ ഗ്ലാസും വുഡും. നോർമൽ നമ്മൾ മെറ്റൽ ഹാൻഡ് റെയിലെല്ലാം കൊടുക്കുന്നതിനെ അപേക്ഷിച്ച് ഏകദേശം 2-2.5 ഇരട്ടി യോളം കോസ്റ്റ് ഇതിന് അധികമായിട്ട് വരും. ഇപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ ഒരു കർവ് ഡിസൈനൊക്കെ വരുന്നുണ്ട് മുകളിൽ. ഈ കർവ് ഡിസൈനൊക്കെ വരുന്ന സമയത്ത് അത് ഒരു 3 ഇരട്ടിയോളം കോസ്റ്റ് നമുക്ക് ഹാൻഡ് റെയിലിന് വരും. അത്രയും ഈ കർവ് ഭാഗത്തൊക്കെ നമുക്ക് ഗ്ലാസ് കർവ് ചെയ്യണം, വുഡ് കർവ് ചെയ്യണം, ഒരുപാട് കോസ്റ്റ് കൂടും. അതിന് നല്ല പ്രൈസ് ഒരുപാട് കൂടുതലാണ്. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് 12 mm തിക്നെസ്, 12 mm കനത്തിൽ വരുന്ന ടഫൻഡ് ഗ്ലാസ്സുകളാണ് സ്ട്രൈറ്റ് ഏരിയയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഈ ഭാഗത്ത് നമ്മൾ ഫ്ലോർ ഫിക്സിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, ലെഗ് താഴെ കൊടുത്തിട്ടുണ്ട് ഫ്ലോറിൽ, മുകളിൽ വുഡാണ് കൊടുത്തിരിക്കുന്നത്. മുകളിൽ വുഡ് മഹാഗണിയാണ്, 2x2 സൈസിൽ വരുന്ന മഹാഗണി വുഡാണ് ഇവിടെ ടോപ്പിൽ കൊടുത്തിരിക്കുന്നത്. ഈ കർവ് ഏരിയയിൽ കൊടുത്തിരിക്കുന്നത് നോർമൽ ക്ലിയർ ഗ്ലാസ്സുകളാണ്. 12 mm തന്നെയാണ് തിക്നെസ് എങ്കിലും ടഫൻഡ് അല്ല, നോർമൽ ക്ലിയർ ഗ്ലാസ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഫിക്സിങ് വരുന്നത് നിങ്ങൾക്ക് കാണാം, സ്റ്റെയർ കേസിൻ്റെ ഫ്ലോറിലല്ല, സൈഡിലാണ്. സൈഡിൽ ഫിക്സ് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം സ്റ്റെയറിൻ്റെ സ്പേസും കൂടെ കിട്ടും എന്നുള്ളതാണ്. ഇത് SS-ൻ്റെ ഒരു ഫിറ്റിങ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ സൈഡ് ഫിറ്റിംഗ് എല്ലാം ചെയ്തിട്ടുള്ളത്. ഇവിടെയും വുഡ് എല്ലാം 2x2 മഹാഗണി വുഡാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമുക്കിതിന് എടുക്കുന്ന സമയം എന്ന് പറയുകയാണെങ്കിൽ, ഈ വർക്ക് ചെയ്യാൻ എടുക്കുന്നത്, ഇതിൻ്റെ മെഷർമെൻറ്റ് എടുക്കാനുള്ള ഒരു 1 day വരും. ഒരു ദിവസം ഇതിൻ്റെ ടോട്ടൽ മെഷർമെൻറ്റ് എടുക്കുന്ന ഒരു ടൈം വരും. അത് നമ്മൾ പ്ലൈവുഡിലും അതുപോലെ മെറ്റൽ TMT കമ്പിയെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ കർവ് ഗ്ലാസ് മെഷർമെൻറ്റ് എടുക്കുന്നത്. സ്ട്രെയിറ്റ് ഗ്ലാസ്സുകൾ പ്ലൈവുഡ് വെച്ചിട്ടുമാണ് മെഷർമെൻറ്റ്. ഈ മെഷർമെൻറ്റ് എടുത്തതിന് ശേഷം ഈ മെഷർമെൻറ്റ് നമ്മൾ ഗ്ലാസിൻ്റെ കമ്പനിയിൽ കൊടുത്ത് ആ ഒരു ഷേപ്പിൽ ഗ്ലാസ് വരാൻ, ടഫൻ ഗ്ലാസ്സുകൾ വരാൻ ഏകദേശം നമുക്ക് 1 week ടൈമാണ് എടുക്കുക. അതിനുശേഷം ഗ്ലാസ് ഇൻസ്റ്റാളേഷനും അതുപോലെ ഇതിൻ്റെ വുഡ് ഫിക്സിങ്ങും കാര്യങ്ങളും എല്ലാം നമുക്ക് ടോട്ടൽ ഇതിനൊരു ടൈം പീരീഡ് പറയുകയാണെങ്കിൽ ഒരു 10 to 15 days വരും. 10 മുതൽ 15 ദിവസം വരെ ഇതിന് ടോട്ടൽ ഇൻസ്റ്റാളേഷൻ ടൈം വരും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ കർവ് ഗ്ലാസും കൂടി ഉള്ളതുകൊണ്ട്. ഇവിടെ നമ്മൾ ഔട്ട് സൈഡിൽ നമുക്ക് പുറത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ഫ്ലോർ ഫിക്സിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. 4 ഇഞ്ച് സ്പൈഗോട്ട് ഫിറ്റിംഗ് എന്ന് പറയും. ഫ്ലോറിൽ നമ്മൾ ഫിക്സ് ചെയ്യുന്നത് സ്പൈഗോട്ട് എന്നുള്ള ഫിറ്റിംഗ് വെച്ചിട്ടാണ്. ഇത് SS തന്നെയാണ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ 304 ഗ്രേഡ് ആണ്. 12 mm ടഫൻ ഗ്ലാസും മുകളിൽ 2x2 സ്റ്റീൽ.